വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നടക്കുന്ന പി എസ് സി പരീക്ഷകളിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു കറണ്ട് അഫെയറിൻ്റെ ഭാഗമാണ് അല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ SCRT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമുക്ക് എയുടെ ചരിത്രം നമുക്ക് നോക്കാം. 1943 വാറൻ മക്കല്ലോയും വാൾട്ടർ പിറ്റ്സും കൃത്രിമ ന്യൂറോണുകളുടെ ഒരു മാതൃക നിർദ്ദേശിച്ചു. ഇത് AI പ്രധാന സാങ്കേതിക വിദ്യയായ ന്യൂറൽ നെറ്റ്വർക്കുകൾക്ക് അടിത്തറയിട്ടു. അപ്പോൾ ഈ ന്യൂറൽ നെറ്റ്വർക്കുകൾക്ക് അടിത്തറയിടുന്നത് എന്താണ്? 1943 ആരൊക്കെ ചേർന്നിട്ടാണ്? വാറൻ മക്കല്ലോയും വാൾട്ടർ പിറ്റ്സും കൂടിയിട്ട് കൃത്രിമ ന്യൂറോണുകളുടെ ഒരു മാതൃക നിർദ്ദേശിക്കുകയാണ്. അതാണ് ഈ ന്യൂറൽ നെറ്റ്വർക്കുകളുടെ അടിത്തറ എന്ന് പറയുന്നത്. 1950 അലൻ ട്യൂറിംഗ് മെഷീൻ ഇൻ്റലിജൻസ് വിലയിരുത്തുന്നതിനുള്ള ട്യൂറിംഗ് ടെസ്റ്റ് എന്ന ആശയം അവതരിപ്പിച്ചു. അപ്പം അലൻ ട്യൂറിംഗ് നെക്സ്റ്റ് വരാണ്. 1950 അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? എന്താണ് മെഷീൻ ഇൻ്റലിജൻസ് അല്ലേ, മെഷീൻ ഇൻ്റലിജൻസ് വിലയിരുത്തുന്നതിനുള്ള ഒരു ട്യൂറിംഗ് ടെസ്റ്റ് എന്ന ആശയം അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. ഇനി 1956 അമേരിക്കയിലെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായ ജോൺ മക്കാർത്തിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ AI എന്ന പദം ആദ്യമായിട്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ജോൺ മക്കാർത്തിയാണ് ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് 1956. AIക്ക് മനുഷ്യൻ്റെ ജോലികൾ എളുപ്പമാക്കാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനും കഴിയും. സ്മാർട്ട് അസിസ്റ്റൻറ്റുമാർ, സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ, ഓട്ടോമേറ്റഡ് ബാങ്കിംഗ് സേവനങ്ങൾ, മെഡിക്കൽ രോഗനിർണയം എന്നീ മേഖലകളിലും AI ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് AI എല്ലാ മേഖലകളിലും ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് പറയുന്നത്? സ്മാർട്ട് അസിസ്റ്റൻറ്റുമാർ, സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ, ഓട്ടോമേറ്റഡ് ബാങ്കിംഗ് സേവനങ്ങൾ, മെഡിക്കൽ രോഗനിർണയം എന്നിവയിലൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? AI ഉപയോഗിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൊതുവായ പ്രോഗ്രാമിംഗ് ഭാഷ ഏതാണ്? പൈത്തൺ ആണ്. അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് IT ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഉപയോഗിക്കുന്ന പ്രധാന ഭാഷ ഏതാണ്? പൈത്തൺ ലാംഗ്വേജ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എങ്ങനെയാണ് AI ചരിത്രത്തിൽ AIയിലേക്ക് എങ്ങനെയാണ് കടന്നു വരുന്നതെന്നാണ് പറയുന്നത്. 1943 വാറൻ മക്കല്ലോയും വാൾട്ടർ പിറ്റ്സും കൂടിയിട്ട് കൃത്രിമ ന്യൂറോണുകളുടെ ഒരു മാതൃക നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ന്യൂറൽ നെറ്റ്വർക്കുകൾക്ക് അടിത്തറയിടുന്നത്. 1950 ആയപ്പോൾ അലൻ ട്യൂറിംഗ് മെഷീൻ എന്ത് ചെയ്തു? ഒരു മെഷീൻ ടെസ്റ്റിൽ ഒരു ട്യൂറിംഗ് മെഷീൻ ടെസ്റ്റ് എന്ന് പറയുന്ന ആശയം അവതരിപ്പിച്ചു. ട്യൂറിംഗ് മെഷീൻ ഇൻ്റലിജൻസ് വിലയിരുത്തുന്നതിനായിട്ടാണ് ഈ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന ആശയം അവതരിപ്പിക്കുന്നത്. 1956 അമേരിക്കയിലെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായ ജോൺ മക്കാർത്തിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. AIക്ക് മനുഷ്യൻ്റെ ജോലികൾ എളുപ്പമാക്കാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനും കഴിയും. സ്മാർട്ട് അസിസ്റ്റൻറ്റുമാർ, സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ, ഓട്ടോമേറ്റഡ് ബാങ്കിംഗ് സേവനങ്ങൾ, മെഡിക്കൽ രോഗനിർണയം എന്നീ മേഖലകളിലും ഇപ്പോൾ AI ഉപയോഗിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൊതുവായ പ്രോഗ്രാമിംഗ് ഭാഷ ഏതാണ്? പൈത്തൺ ഭാഷയാണ്. ഓക്കെ, ഇനി നമുക്ക് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോയാലോ അല്ലേ. ഓപ്പൺ AI എന്താണ്? ഓപ്പൺ AI എന്ന് വെച്ചാൽ മനുഷ്യരാശിക്ക് മൊത്തത്തിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ കൃത്രിമ ബുദ്ധി വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു സ്വകാര്യ AI ഗവേഷണ ലബോറട്ടറിയാണ് ഓപ്പൺ AI എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ AI എന്ന് വെച്ചാൽ എന്താണ്? കൃത്രിമ ബുദ്ധി വികസിപ്പിക്കുന്നതിനായിട്ട് അല്ലേ, മനുഷ്യരാശിക്ക് മൊത്തത്തിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ കൃത്രിമ ബുദ്ധി വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു സ്വകാര്യ AI ഗവേഷണ ലബോറട്ടറിയാണ് ഓപ്പൺ AI എന്ന് പറയുന്നത്. എലോൺ മസ്ക്, സാം ആൾട്ട്മാൻ തുടങ്ങിയവർ ചേർന്ന് 2015 സ്ഥാപിച്ച ഈ കമ്പനിയുടെ ആസ്ഥാനം സാൻ ഫ്രാൻസിസ്കോയിലാണ്. അപ്പോൾ ആരൊക്കെയാണ് ഓപ്പൺ AI സ്ഥാപിക്കുന്നത്? ആരൊക്കെയാണ്? എലോൺ മസ്കും സാം ആൾട്ട്മാൻ ഇവരാണ് ആരംഭിക്കുന്നത്? ഈ ഓപ്പൺ AI ആരംഭിക്കുന്നത് എന്നാണ്? 2015 സ്ഥാപിക്കുന്നത്. ആസ്ഥാനം എവിടെയാണ്? സാൻ ഫ്രാൻസിസ്കോയിലാണ്.
സാം ആൾട്ട്മാൻ ആണ് നിലവിലെ CEO. അപ്പോൾ നിലവിലെ ഓപ്പൺ എയുടെ CEO ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? സാം ആൾട്ട്മാൻ ആണ്. അപ്പോൾ ഓപ്പൺ എയെ കുറിച്ച് എന്താണ് പറയുന്നത്? മനുഷ്യരാശിക്ക് മൊത്തത്തിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ കൃത്രിമ ബുദ്ധി വികസിപ്പിക്കാനായിട്ട് ലക്ഷ്യമിടുന്ന ഒരു സ്വകാര്യ ഗവേഷണ ലബോറട്ടറിയാണ് ഓപ്പൺ എന്ന് പറയുന്നത്. എലൺ മസ്കും സാം ആൾട്ട്മാനും തുടങ്ങിയവരാണ് എന്ത് ആരംഭിക്കുന്നത്? ഓപ്പൺ സ്ഥാപിക്കുന്നത് അല്ലേ. 2015 സ്ഥാപിച്ചത്. ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? സാൻ ഫ്രാൻസിസ്കോയിലാണ്. സാം ആൾട്ട്മാനാണ് ഇപ്പോഴത്തെ CEO എന്ന് പറയുന്നത്. നെക്സ്റ്റ് ChatGPT. ഓപ്പൺ വികസിപ്പിച്ചെടുത്ത ഭാഷാ മോഡലാണ് ChatGPT എന്ന് പറയുന്നത്. ഓപ്പൺ വികസിപ്പിച്ചെടുത്ത ഒരു ഭാഷാ മോഡലാണ് എന്തെന്ന് പറയുന്നത്? ChatGPT എന്ന് പറയുന്നത്. ChatGPT വികസിപ്പിച്ചെടുത്ത ആരാണ്? ഓപ്പൺ ആണ്. ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോർമർ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. GPT എന്നാണ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോർമർ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി മറുപടി നൽകുന്ന കമ്പ്യൂട്ടർ സംവിധാനത്തെ ചാറ്റ് ബോട്ടുകൾ എന്നാണ് പൊതുവിൽ വിളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചാറ്റ് ബോട്ട് എന്ന് പേര് വരാൻ കാരണം? എന്താണ്? ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ആൻസർ ലഭിക്കും. അത് കാരണമാണ് അതിനെന്ന് പറയുന്നത് ചാറ്റ് ബോട്ടുകൾ എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റിലും അച്ചടിച്ച പുസ്തകങ്ങളിലും ലഭ്യമായ അനേകായിരം എഴുത്തുകൾ ഉപയോഗിച്ചാണ് ChatGPTയെ പരിശീലിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ChatGPTയെ എങ്ങനെയാണ് പരിശീലിപ്പിച്ചിരിക്കുന്നത്? ഇൻ്റർനെറ്റ്, അതുപോലെ തന്നെ അച്ചടിച്ച പുസ്തകങ്ങളിലൊക്കെ ലഭ്യമായ അനേകായിരം എഴുത്തുകൾ, ടെക്സ്റ്റ് ഡാറ്റ അത് ഉപയോഗിച്ചിട്ടാണ് ChatGPTയെ പരിശീലിപ്പിച്ചിരിക്കുന്നത്. ChatGPTക്ക് ഉപയോക്താക്കളുമായി സംസാരിക്കുവാനും നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനും പുതിയ ടെക്സ്റ്റ് സൃഷ്ടിക്കുവാനും കഴിയും. അപ്പോൾ ChatGPTക്ക് എന്താണ് പറയുന്നത്? ഉപയോക്താക്കളുമായിട്ട് സംസാരിക്കാം, അതുപോലെ തന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം, പുതിയ ടെക്സ്റ്റ് സൃഷ്ടിക്കുകയും ചെയ്യാം. ലേഖനങ്ങൾ, ഇമെയിലുകൾ, സ്ക്രിപ്റ്റുകൾ, ഉപന്യാസങ്ങൾ, കോഡ് തുടങ്ങിയവ തയ്യാറാക്കുന്നതിനുള്ള ഒരു ഉപകരണമായി ChatGPT ഇന്ന് ഉപയോഗിക്കുന്നു. അപ്പോൾ ChatGPT ഇന്ന് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ലേഖനങ്ങൾ, ഇമെയിൽ, സ്ക്രിപ്റ്റുകൾ, ഉപന്യാസങ്ങൾ, കോഡ് തുടങ്ങിയവ തയ്യാറാക്കുന്നതിനുള്ള ഒരു ഉപകരണമായിട്ടും ChatGPT ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ChatGPT എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പൺ വികസിപ്പിച്ചെടുത്ത ഭാഷാ മോഡലാണ് ChatGPT, അല്ലെങ്കിൽ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ആൻസർ നമുക്ക് ലഭിക്കും. ഇങ്ങനെയുള്ള ഡാറ്റ സ്റ്റോർ ചെയ്ത് എങ്ങനെയാണ് അവർ അച്ചടിച്ച പുസ്തകം, അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലുള്ള വിവരങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇതിനെ സജ്ജമാക്കിയിരിക്കുന്നത് അല്ലേ, പരിശീലിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ChatGPTക്ക് സംസാരിക്കുവാനായിട്ട് പറ്റും അല്ലേ, ഉപയോക്താക്കളുമായിട്ട് സംസാരിക്കാൻ പറ്റും, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് പറ്റും, അതുപോലെ തന്നെ പുതിയ ടെക്സ്റ്റ് നിർദ്ദേശിക്കുവാനും പറ്റും. അതുപോലെ തന്നെ ഇത് എവിടേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ലേഖനങ്ങൾ, ഇമെയിലുകൾ, സ്ക്രിപ്റ്റുകൾ, ഉപന്യാസങ്ങൾ, കോഡ് തുടങ്ങിയവ തയ്യാറാക്കുന്നതിനുള്ള ഒരു ഉപകരണമായിട്ടും ഇതെന്ന് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? കൃത്രിം എന്ന് പറയുന്നത് ChatGPTക്ക് ബദലായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ചാറ്റ് ബോട്ടാണ് കൃത്രിം എന്ന് പറയുന്നത്. അപ്പോൾ ChatGPTക്ക് ബദലായിട്ട് വന്ന, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലേ, ChatGPTക്ക് ബദലായിട്ട് വന്ന ഇന്ത്യയുടെ ആദ്യത്തെ ചാറ്റ് ബോട്ടാണ് എന്തെന്ന് പറയുന്നത്? കൃത്രിം എന്ന് പറയുന്നത്. ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ ഒല ആണ് കൃത്രിം ചാറ്റ് ബോട്ട് അവതരിപ്പിച്ചത്. അപ്പോൾ ഒലയാണ് കൃത്രിം ചാറ്റ് ബോട്ട് അവതരിപ്പിച്ചതെന്ന് പഠിച്ചു വയ്ക്കുക. ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയാണല്ലേ ഒല എന്ന് പറയുന്നത്. ഈ ഒലയാണ് എന്തെന്ന് പറയുന്നത്? കൃത്രിം ചാറ്റ് ബോട്ട് അവതരിപ്പിച്ചത്. കൃത്രിം ചാറ്റ് ബോട്ടിൻ്റെ ഉപജ്ഞാതാവ് ഒല കമ്പനിയുടെ സ്ഥാപകൻ കൂടിയായ ഭവിഷ് അഗർവാൾ ആണ്. അപ്പോൾ ഭവിഷ് അഗർവാൾ ആണ് കൃത്രിം എന്ന് പറയുന്ന ചാറ്റ് ബോട്ടിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്, ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഏതിൻ്റെ സ്ഥാപകനാണ്? ഒല കമ്പനിയുടെ സ്ഥാപകനാണ്. അപ്പോൾ കൃത്രിം എന്ന് വെച്ചാൽ എന്താണ്? ChatGPTക്ക് ബദലായിട്ട് വന്ന ഇന്ത്യയുടെ ആദ്യത്തെ ചാറ്റ് ബോട്ടാണ് കൃത്രിം എന്ന് പറയുന്നത്. ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയാണ് ഒല എന്ന് പറയുന്നത്. അതാണ് ഈ കൃത്രിം എന്ന് പറയുന്ന ചാറ്റ് ബോട്ട് അവതരിപ്പിച്ചത്. അത് കാരണം ഇതിൻ്റെ ഉപജ്ഞാതാവ് അതിൻ്റെ സ്ഥാപകൻ തന്നെയായിരിക്കും. ഒലയുടെ സ്ഥാപകനായ ഭവിഷ് അഗർവാൾ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഗൂഗിൾ ജെമിനി. എന്താണ് ഗൂഗിൾ ജെമിനി? ഗൂഗിളിൻ്റെ ചാറ്റ് ബോട്ടാണ് ജെമിനി എന്ന് പറയുന്നത്. ഗൂഗിളിൻ്റെ ചാറ്റ് ബോട്ടാണ് ജെമിനി. ബാർഡ് എന്നായിരുന്നു ജെമിനിയുടെ ആദ്യ നാമം. ബാർഡ് എന്നായിരുന്നു ആദ്യത്തെ ജെമിനിയുടെ നാമം എന്ന് പറയുന്നത്. ലാർജ് ലാംഗ്വേജ് മോഡൽ അടിസ്ഥാനമാക്കിയുള്ള ചാറ്റ് ബോട്ടാണ് ജെമിനി എന്ന് പറയുന്നത്. ലാർജ് ലാംഗ്വേജ് മോഡൽ, അല്ലെങ്കിൽ എന്ന് പറയാം LLM അടിസ്ഥാനമാക്കിയിട്ടുള്ള ചാറ്റ് ബോട്ടാണ് ജെമിനി എന്ന് പറയുന്നത്. ChatGPTയെ പോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനും ഇമെയിലുകൾ എഴുതുവാനും കഴിയും. സോഫ്റ്റ്വെയറുകളുടെ സോഴ്സ് കോഡുകൾ തയ്യാറാക്കുക
തയ്യാറാക്കുവാനും നിർദ്ദേശമനുസരിച്ച് ചിത്രങ്ങൾ നിർമ്മിക്കുവാനും സാധിക്കും. അപ്പോൾ ഇത് പഠിച്ചു വെക്കണമെന്നാണ് ഗൂഗിളിൻ്റെ ചാറ്റ് ബോട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ജെമിനിയാണ്. ഗൂഗിളിൻ്റെ AI ചാറ്റ് ബോട്ട് ഏതാണ്? ജെമിനിയാണ്. ഇതിൻ്റെ ജെമിനിയുടെ ആദ്യത്തെ പേര് എന്ന് പറയുന്നത് ബാർഡ് എന്നായിരുന്നു. ലാർജ് ലാംഗ്വേജ് മോഡൽ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ജെമിനി എന്ന് പറയുന്നത് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ChatGPT പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇമെയിൽസ് അയക്കാനായിട്ട് പറ്റും, അതുപോലെ തന്നെ എഴുതുവാൻ പറ്റും, സോഫ്റ്റ്വെയറുകളുടെ സോഴ്സ് കോഡുകൾ തയ്യാറാക്കുവാനും നിർദ്ദേശം അനുസരിച്ച് ചിത്രങ്ങൾ നിർമ്മിക്കുവാനൊക്കെ കഴിയും. എന്തിനാണ് കുറിച്ചാണ് പറഞ്ഞത്? ജെമിനിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെറ്റയാണ്. മെറ്റ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമായിരിക്കും അല്ലേ? കാലിഫോർണിയയിലെ മെൻലോ പാർക്ക് ആസ്ഥാനമായുള്ള ഒരു അമേരിക്കൻ ബഹുരാഷ്ട്ര ടെക് കമ്പനിയാണ് മെറ്റ എന്നറിയപ്പെടുന്ന മെറ്റ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മെറ്റ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഏതാണ്? കാലിഫോർണിയയിലെ മെൻലോ പാർക്ക് ആസ്ഥാനമായുള്ള ഒരു അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനിയാണ് മെറ്റ എന്ന് പറയുന്നത്. 2021 ഫേസ്ബുക്കിൻ്റെ മാതൃ കമ്പനിയായ ഫേസ്ബുക്ക് അതുപോലെ തന്നെ അതിൻ്റെ പേര് മെറ്റ പ്ലാറ്റ്ഫോം എന്നാക്കി മാറ്റിയത്. ഫേസ്ബുക്ക് എന്നുള്ളത് ഇപ്പോൾ മെറ്റ പ്ലാറ്റ്ഫോം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം എല്ലാവർക്കും മെറ്റ എന്ന വാക്ക് പരിചിതമായിരിക്കും അല്ലേ? മെറ്റയുടെ AI ചാറ്റ് ബോട്ട് ഏതാണ്? മെറ്റ AI ആണ്. മെറ്റയുടെ AI ചാറ്റ് ബോട്ടാണ് മെറ്റ AI എന്ന് പറയുന്നത്. അപ്പോൾ കാലിഫോർണിയയിലെ മെൻലോ പാർക്ക് ആസ്ഥാനമായുള്ള ഒരു അമേരിക്കൻ ബഹുരാഷ്ട്ര ടെക് കമ്പനിയാണ് ഈ മെറ്റ എന്നറിയപ്പെടുന്ന മെറ്റ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. 2021 ഫേസ്ബുക്കിൻ്റെ മാതൃകമ്പനിയായ ഫേസ്ബുക്ക് അതിൻ്റെ പേര് മാറ്റിയിട്ട് എന്ത് ചെയ്തത്? മെറ്റ പ്ലാറ്റ്ഫോം എന്നാക്കി മാറ്റിയത്. അപ്പോൾ മെറ്റയുടെ AI ചാറ്റ് ബോട്ട് എന്തായിരിക്കും? മെറ്റ AI ആയിരിക്കും. നെക്സ്റ്റ് XAA. എന്താണ് XAA? 2023 മാർച്ചിൽ എലോൺ മസ്ക് സ്ഥാപിച്ച AI കമ്പനിയാണ് XAA എന്ന് പറയുന്നത്. എലോൺ മസ്ക് 2023 മാർച്ചിൽ സ്ഥാപിച്ച മസ്ക് സ്ഥാപിച്ച AI കമ്പനിയാണ് എന്ന് പറയുന്നത് XAA എന്ന് പറയുന്നത്. കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. നമ്മൾ പറഞ്ഞു മെറ്റയും എന്താണ്? കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ തന്നെയാണല്ലോ. അതുപോലെ തന്നെ XAA എന്താണ്? കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനി പുറത്തിറക്കിയ AI ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ XAAയുടെ ചാറ്റ് ബോട്ട് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഗ്രോക്കാണ്. XAAയുടെ ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത്. 2023 ഇത് സ്ഥാപിക്കുന്നത് ആരാണ്? എലോൺ മസ്ക് ആണല്ലേ? എലോൺ മസ്ക് ആണ് XAA സ്ഥാപിക്കുന്നത്. ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയാണ്. ഈ കമ്പനി പുറത്തിറക്കിയ AI ചാറ്റ് ബോട്ട് ഏതാണ്? ഗ്രോക്ക്. ഐരാവത് PSAI. എന്താണ് ഐരാവത് PSAI? നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഐരാവത് PSAI എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഐരാവതും ചോദിക്കാറുണ്ടല്ലേ? PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഐരാവതിനെ കുറിച്ചിട്ടും. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഏതാണ്? ഐരാവതാണ്. നെറ്റ് വെബ് ടെക്നോളജീസ് ആണ് നിർമ്മാതാക്കൾ. 2025 ലോകത്തിലെ ഏറ്റവും മികച്ച 500 സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ ഐരാവത് PSAI 162ാമത്തെ സ്ഥാനത്താണ്. അപ്പോൾ 2025 പട്ടിക വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 500 സൂപ്പർ കമ്പ്യൂട്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഐരാവതിൻ്റെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 162. പൂനെയിലെ CDAC-ലാണ് കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? പൂനെയിലെ CDAC-ലാണ് കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തത്. 2025 ലോകത്തെ ഏറ്റവും മികച്ച സൂപ്പർ കമ്പ്യൂട്ടർ അമേരിക്കയുടെ എൽ ക്യാപിറ്റൻ ആണ്. അപ്പോൾ എന്താണ് 2025 ലോകത്തിലെ ഏറ്റവും മികച്ച സൂപ്പർ കമ്പ്യൂട്ടർ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അമേരിക്കയിലെ എൽ ക്യാപിറ്റൻ ആണ്. 2025 ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഐരാവതിന് 162ാമത്തെ സ്ഥാനമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വേഗതമേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഐരാവത്. നെറ്റ് വെബ് ടെക്നോളജീസ് ആണ് നിർമ്മാതാക്കൾ. 2025 ലോകത്തിലെ ഏറ്റവും മികച്ച 500 സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ ഐരാവതിൻ്റെ സ്ഥാനം 162. പൂനെയിലെ CDAC-ലാണ് കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്ത. 2025 ലോകത്തിലെ ഏറ്റവും മികച്ച സൂപ്പർ കമ്പ്യൂട്ടർ ആയത് ഏതാണ്? അമേരിക്കയുടെ എൽ ക്യാപിറ്റൻ ആണ്. ഇനി കൈരളി എന്താണ്? പേരിൽ തന്നെ ഉണ്ടല്ലോ. കേരളം സ്വന്തമായി വികസിപ്പിച്ച AI പ്രൊസസ്സറാണ് കൈരളി. കേരളം സ്വന്തമായി വികസിപ്പിച്ച AI പ്രൊസസ്സർ ഏതാണ്? കൈരളിയാണ് കേരളം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത AI പ്രൊസസ്സർ.
കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ആപ്ലിക്കേഷനുകൾക്കായി AI പ്രൊസസ്സർ വികസിപ്പിച്ചത്. കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ആപ്ലിക്കേഷനുകൾക്കായിട്ട് AI പ്രൊസസ്സർ വികസിപ്പിച്ചത്. കൃഷിയിടങ്ങളിൽ കൈരളി ചിപ്പ് സ്ഥാപിച്ച് വിത്തുകൾക്ക് വേണ്ട വെള്ളവും വളവും കൃത്യമായ അളവിൽ യന്ത്രസഹായത്തോടെ വിതരണം ചെയ്യുവാനാകും. അപ്പോൾ കൈരളിയുടെ പ്രധാനമായിട്ടുള്ള മേന്മ എന്ന് പറയുന്നത് എന്താണ്? കൃഷിയിടങ്ങളിൽ കൈരളി ചിപ്പ് സ്ഥാപിച്ച് വിത്തുകൾക്ക് വേണ്ട വെള്ളം വളവും കൃത്യമായ അളവിൽ യന്ത്രസഹായത്തോടെ വിതരണം ചെയ്യാനാകും. കേരളത്തിൽ ഡിസൈൻ ചെയ്ത ചിപ്പ് അമേരിക്കയിലാണ് നിർമ്മിച്ചത്. അപ്പോൾ കേരളത്തിലാണ് ചിപ്പ് ഡിസൈൻ ചെയ്തതെങ്കിലും അമേരിക്കയിലാണ് അത് നിർമ്മിച്ചത്. അപ്പോൾ കൈരളി എന്ന് വെച്ചാൽ എന്താണ്? കേരളം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത AI പ്രൊസസ്സർ ഏതാണ്? കൈരളിയാണ്. കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ആപ്ലിക്കേഷനുകൾക്കായിട്ട് AI പ്രൊസസ്സർ വികസിപ്പിച്ചത്. കൃഷിയിടങ്ങളിൽ കൈരളി ചിപ്പ് സ്ഥാപിച്ച് വിത്തുകൾക്ക് വേണ്ട വെള്ളവും വളവും കൃത്യമായ അളവിൽ യന്ത്രസഹായത്തോടെ വിതരണം ചെയ്യുവാനാകും. കേരളത്തിൽ ഡിസൈൻ ചെയ്ത ചിപ്പ് അമേരിക്കയിലാണ് നിർമ്മിച്ചത്. നെക്സ്റ്റ്, വെർച്വൽ റിയാലിറ്റി. എന്താണ് വെർച്വൽ റിയാലിറ്റി എന്ന് വെച്ചാൽ? സോഫ്റ്റ്വെയറുകളുടെ സഹായത്താൽ 3D സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു അയഥാർത്ഥ ലോകമാണ് വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. അയഥാർത്ഥ ലോകമാണ് വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? വെർച്വൽ റിയാലിറ്റി എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറുകളുടെ സഹായത്താൽ 3D സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു റിയാലിറ്റിയാണ് അല്ലേ? 3D സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു റിയാലിറ്റിയാണ് വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സ്ക്രീനിലോ പ്രൊജക്ടറിലോ ശബ്ദ സന്നിവേശത്തോടെ യഥാർത്ഥ ലോകത്തിൻ്റെ പ്രതീതി ഉളവാക്കുന്ന ഈ സാങ്കേതിക വിദ്യയ്ക്ക് പ്രസക്തി ഏറുകയാണ്. കമ്പ്യൂട്ടർ സ്ക്രീനിലോ പ്രൊജക്ടറിലോ ശബ്ദ സന്നിവേശത്തോടെ യഥാർത്ഥ ലോകത്തിൻ്റെ പ്രതീതി ഉളവാക്കുന്ന ഈ സാങ്കേതിക വിദ്യയ്ക്ക് പ്രസക്തി ഏറുകയാണ്. ഈ കൃത്രിമ ലോകത്തെ വസ്തുക്കളുമായി ഉപയോക്താവിന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇടപെടുവാൻ കഴിയും. ഗെയിമിംഗ്, മെഡിക്കൽ വിദ്യാഭ്യാസം, നൈപുണ്യ പരിശീലനം, ബഹിരാകാശ പരിശീലനം തുടങ്ങിയ ഒട്ടേറെ മേഖലകളിൽ വ്യാപകമായിട്ട് ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വെർച്വൽ റിയാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോട് കൂടിയിട്ട് 3D സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റിയാലിറ്റി, ഒരു യഥാർത്ഥ ലോകമാണെന്ന് പറയുന്നത് വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് കമ്പ്യൂട്ടർ സ്ക്രീനിലോ പ്രൊജക്ടറിലോ അല്ലെങ്കിൽ ശബ്ദ സന്നിവേശത്തോടെ നമുക്ക് കാണുന്നതിനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കൃത്രിമ ലോകത്തെ വസ്തുക്കളുമായിട്ട് ഉപയോക്താവിന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇടപെടുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഗെയിമിംഗ്, മെഡിക്കൽ വിദ്യാഭ്യാസം, നൈപുണ്യ പരിശീലനം എന്നിവിടങ്ങളിലൊക്കെ ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്, വെർച്വൽ റിയാലിറ്റി ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഡീപ്പ് ഫേക്ക്. എന്താണ് ഡീപ്പ് ഫേക്ക് എന്ന് വെച്ചാൽ? ഡീപ്പ് ഫേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്താൽ ഡീപ്പ് ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു സിന്തറ്റിക് മീഡിയയാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്താൽ ഡീപ്പ് ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു സിന്തറ്റിക് മീഡിയയാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. യഥാർത്ഥ വ്യക്തികളുടേത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഓഡിയോ, വീഡിയോ, ഇമേജുകൾ കൃത്രിമമായി സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എന്തെന്ന് പറയുന്നത്? ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. നമുക്ക് യൂട്യൂബിൽ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഇത് കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ? യഥാർത്ഥ വ്യക്തികളുടേതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഓഡിയോ, വീഡിയോ, ഇമേജുകളൊക്കെ കൃത്രിമമായി സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡീപ്പ് ഫേക്കിംഗ് എന്ന് പറയുന്നത്. ഡീപ്പ് ഫേക്ക് ചെയ്യാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിയുടെ ചിത്രങ്ങൾ, വീഡിയോകൾ, ഓഡിയോ റെക്കോർഡുകൾ തുടങ്ങി വലിയ അളവിൽ വിവരശേഖരണം നടത്തുന്നതാണ് ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ഈ ഡീപ്പ് ഫേക്ക് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്ന കുറച്ച് ചിത്രങ്ങളുണ്ട്, വീഡിയോകളുണ്ട്, ഓഡിയോ റെക്കോർഡുകളുണ്ട്. അതൊക്കെ നന്നായിട്ട് വിവരം ശേഖരിക്കുക അല്ലേ? അതിനുശേഷം എന്ത് ചെയ്യും? എത്രയധികം വിവരങ്ങൾ ശേഖരിക്കുന്നുവോ അത്രയും പൂർണ്ണതയുള്ളതും കൃത്യമായിരിക്കും ഈ ഫലം എന്ന് പറയുന്നത്. ഡീപ്പ് ഫേക്ക് വീഡിയോകൾ തിരിച്ചറിയുവാനുള്ള ടൂളുകളും ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഡീപ്പ് ഫേക്ക് എന്ന് വെച്ചാൽ എന്താണ്? AI സഹായത്താൽ ഡീപ്പ് ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു സിന്തറ്റിക് മീഡിയയാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. യഥാർത്ഥ വ്യക്തികളുടേതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഓഡിയോ, വീഡിയോ, ഇമേജുകൾ കൃത്രിമമായി സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. ഡീപ്പ് ഫേക്ക് ചെയ്യാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിയുടെ ചിത്രങ്ങൾ, വീഡിയോകൾ, ഓഡിയോ റെക്കോർഡുകൾ തുടങ്ങിയ അളവിൽ വിവരശേഖരണം നടത്തുന്നതിനാണ് വലിയ അളവിൽ വിവരശേഖരണം നടക്കുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയ്ക്കധികം വിവരങ്ങൾ ലഭിക്കുന്നോ അത്രയധികം പൂർണ്ണത ഉണ്ടായിരിക്കും നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ടിന് അല്ലേ? അതുപോലെ തന്നെ ഡീപ്പ് ഫേക്ക് വീഡിയോകൾ തിരിച്ചറിയുവാനുള്ള AI സംവിധാനങ്ങളും ഇന്ന് നിലവിലുണ്ട്, ടൂളുകളും ഇന്ന് നിലവിലുണ്ട്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്?
ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. എന്താണ് AR അല്ലെങ്കിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് വെച്ചാൽ വെർച്വൽ റിയാലിറ്റിയെ പോലെ പുതുതായി ഒന്നും സൃഷ്ടിക്കുകയല്ല ഇതിൽ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു വെർച്വൽ റിയാലിറ്റി എന്ന് വെച്ചാൽ സ്ക്രീനിൽ നമുക്ക് കാണാണ് ഇത് ചെയ്യുന്നത്, പുതുതായിട്ട് അവിടെ നിന്നൊന്നും സൃഷ്ടിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. അധിക വിവരത്തിലൂടെ നിലവിലുള്ള ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള ധാരണയെ മാറ്റുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്നു. എന്താണ് ചെയ്യുന്നത്? അധിക വിവരത്തിലൂടെ നിലവിലുള്ള ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള ധാരണ മാറ്റുക, അതുപോലെ തന്നെ വർദ്ധിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത്. വാർത്താവിനിമയം, വിനോദം തുടങ്ങിയ മേഖലകളിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. വാർത്താവിനിമയത്തിലും അതുപോലെ തന്നെ വിനോദം തുടങ്ങിയ മേഖലകളിലൊക്കെ കൂടുതലായിട്ട് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഉപയോഗിക്കുന്നുണ്ട്. ദൃശ്യമാധ്യമത്തിലെ വാർത്താ അവതാരകൻ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് വാർത്തയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അവർ നിൽക്കുന്നത് പോലെയുള്ള പ്രതീതി നമ്മളിൽ ഉളവാക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന്. എന്താണ് പറയുന്നത്? ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് വെച്ചാൽ പുതുതായിട്ടൊന്നും സൃഷ്ടിക്കുന്നില്ല, കുറച്ചും കൂടിയും എന്താണ് ചെയ്യുന്നത്? ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള ധാരണ മാറ്റുക, വർദ്ധിപ്പിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഉപയോഗിക്കുന്നത്. വാർത്താവിനിമയം, വിനോദം എന്നീ മേഖലകളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം വാർത്താ അവതാരകൻ നമ്മളെ ന്യൂസ് കാണുകയാണെങ്കിൽ അറിയാലേ ഓരോരോ സ്ഥലങ്ങളിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നാം. അതൊക്കെ എന്ത് കാരണമാണ്? ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പ്രകാരമാണ് ഇങ്ങനെ നമുക്ക് തോന്നുന്നത് എന്നാണ് പറയുന്നത്. ഈ സാങ്കേതിക വിദ്യയാണ് അവിടെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരേ നെറ്റ്വർക്കിലെ ഉപകരണങ്ങളുമായി ഉപയോക്താവിന് ആശയവിനിമയം ചെയ്യുവാനും ഡാറ്റ കൈമാറുവാനും കഴിയുന്നതാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരേ നെറ്റ്വർക്കിലെ ഉപകരണങ്ങളുമായിട്ട് ഉപയോക്താവിന് ആശയവിനിമയം നടത്തുവാൻ, ഡാറ്റ കൈമാറുവാനൊക്കെയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഉപയോഗിക്കുന്നത്. സ്മാർട്ട് വീട്ടുപകരണങ്ങൾ, സ്മാർട്ട് കാറുകൾ, ആരോഗ്യ, വ്യവസായ, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? സ്മാർട്ട് വീട്ടുപകരണങ്ങൾ, അതുപോലെ തന്നെ സ്മാർട്ട് കാറുകൾ, ആരോഗ്യ, വ്യവസായ, കൃഷി തുടങ്ങിയ മേഖലകളിലൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഉപയോഗിക്കുന്നുണ്ട്. സെൻസർ ഉപകരണങ്ങൾ എന്നിവയെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ സെൻസർ ഉപകരണങ്ങൾ എന്തിന് ഉദാഹരണമാണ്? ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിന് ഉദാഹരണമാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരേ നെറ്റ്വർക്കിലെ ഉപകരണങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിനായിട്ടാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഉപയോഗിക്കുന്നത്. സ്മാർട്ട് വീട്ടുപകരണങ്ങൾ, സ്മാർട്ട് കാറുകൾ, ആരോഗ്യ, വ്യവസായ, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട്. സെൻസർ ഉപകരണങ്ങളൊക്കെ ഇതിന് ഉദാഹരണമാണ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് ഓപ്പൺ വെബ്. ഗൂഗിൾ, യാഹൂ തുടങ്ങിയ സെർച്ച് എഞ്ചിനുകളിലൂടെ എളുപ്പത്തിൽ പ്രവേശിക്കാവുന്ന ഇൻ്റർനെറ്റിൻ്റെ പാളിയാണ് ഓപ്പൺ വെബ് എന്ന് പറയുന്നത്. ഓപ്പൺ വെബ് എന്ന് വെച്ചാൽ എന്താണ്? ഗൂഗിൾ, യാഹൂ തുടങ്ങിയ സെർച്ച് എഞ്ചിനുകളിലൂടെ എളുപ്പത്തിൽ പ്രവേശിക്കാവുന്ന ഇൻ്റർനെറ്റിൻ്റെ പാളിയാണ് ഓപ്പൺ വെബ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? വെബ്സൈറ്റുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഓപ്പൺ വെബിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് എന്താണ് ഡാർക്ക് വെബ് എന്ന് പറയുന്നത്? സെർച്ച് എഞ്ചിനുകൾ കണ്ടെത്താൻ കഴിയാത്ത ഇൻ്റർനെറ്റിലെ ഒരു മറഞ്ഞിരിക്കുന്ന വിഭാഗമാണ് ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. ഡാർക്ക് വെബ് എന്ന് വെച്ചാൽ എന്താണ്? സെർച്ച് എഞ്ചിനുകൾ കണ്ടെത്താൻ കഴിയാത്ത ഇൻ്റർനെറ്റിലെ ഒരു മറഞ്ഞിരിക്കുന്ന വിഭാഗമാണ് ഡാർക്ക് വെബ്. ഡാർക്ക് വെബ് ആക്സസ് ചെയ്യുന്നതിന് ടോർ എന്ന പ്രത്യേക അജ്ഞാത ബ്രൗസർ ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഡാർക്ക് വെബ് ബ്രൗസർ കടക്കുന്നതിന് വേണ്ടിയിട്ട് ടോർ എന്ന് പറയുന്ന ഒരു അജ്ഞാത ബ്രൗസർ ഉപയോഗിക്കണം. ഭീഷണി നേരിടുന്നവർ, സൈബർ കുറ്റവാളികൾ, ഹാക്കർമാർ, ഐഡൻറ്റിറ്റികൾ രഹസ്യമായി സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന സർക്കാർ പ്രവർത്തകർ തുടങ്ങിയവർ ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഡാർക്ക് വെബ് ഉപയോഗിക്കുന്ന ആരൊക്കെയാണ്? ഭീഷണി നേരിടുന്നവർ, സൈബർ കുറ്റവാളികൾ, ഹാക്കർമാർ, ഐഡൻറ്റിറ്റികൾ രഹസ്യമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സർക്കാർ പ്രവർത്തകർ എന്നിവരെയാണ് ഡാർക്ക് വെബ് ഉപയോഗിക്കുന്നത്. സ്വകാര്യത, അജ്ഞാതത്വം, നിയന്ത്രിത വിവരങ്ങളിലേക്കുള്ള പ്രവേശനം എന്നിവയാണ് ഗുണങ്ങൾ. സൈബർ ക്രിമിനൽ പ്രവർത്തനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതിനാൽ പലരും തട്ടിപ്പുകളിലും വഞ്ചനകളിലും വീഴുന്നു എന്നതാണ് ഇതിൻ്റെ പ്രധാന ദോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ്? സൈബർ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ട്, അത് കാരണം പലരും തട്ടിപ്പുകളിലും വഞ്ചനകളിലും വീഴുന്നുണ്ട്. നിയമപരമായ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം നൽകുമ്പോൾ തന്നെ മയക്കുമരുന്ന് വിൽപ്പന, ഹാക്കിംഗ് സേവനങ്ങൾ, മോഷ്ടിച്ച ഡാറ്റ എന്നിവ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ഇടപാടുകളും പ്രവർത്തനങ്ങളും സുഗമമാക്കുന്നതിനും ഡാർക്ക് വെബ് കുപ്രസിദ്ധമാണ്. അപ്പോൾ ഡാർക്ക് വെബ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്? നിയമപരമായ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം നൽകുമ്പോൾ തന്നെ മയക്കുമരുന്ന് വിൽപ്പന, ഹാക്കിംഗ് സേവനങ്ങൾ, മോഷ്ടിച്ച ഡാറ്റ എന്നിവ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ഇടപാടുകളും പ്രവർത്തനങ്ങളും സുഗമമാക്കുന്നതിലും ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത് കുപ്രസിദ്ധമാണ്. അപ്പോൾ ഈ ഡാർക്ക് വെബ് ഒരു പോസിറ്റീവ് വശമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇപ്പോൾ നെഗറ്റീവായിട്ടും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ ഡാർക്ക് വെബ് ഉപയോഗിക്കുന്നുണ്ട്, ദുരുപയോഗം ചെയ്യുന്നുണ്ട് അല്ലേ? സെർച്ച് എഞ്ചിനുകൾ കണ്ടെത്താൻ കഴിയാത്ത ഒരു ഇൻ്റർനെറ്റിൽ ഒരു മറിഞ്ഞിരിക്കുന്ന വിഭാഗമാണ് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. ഒന്നിൽ നമ്മൾ കൂടുതലായിട്ട് ഐഡൻറ്റിറ്റികളൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നതെങ്കിലും എന്താണ്
ഇപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? മയക്കുമരുന്ന് വിൽപ്പന, ഹാക്കിംഗ് സേവനങ്ങൾ, മോഷ്ടിച്ച ഡാറ്റ ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ സ്വകാര്യത, അജ്ഞാതത്വം, നിയന്ത്രിത വിവരങ്ങളിലേക്കുള്ള പ്രവേശനം എന്നിവയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗുണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? സ്വകാര്യത, അജ്ഞാതത്വം, നിയന്ത്രിത വിവരങ്ങളിലേക്കുള്ള പ്രവേശനം എന്നിവയാണ്. എങ്കിലും ഇതിൻ്റെ ദോഷം എന്ന് പറയുന്നത് എന്താണ്? സൈബർ ക്രിമിനൽ പ്രവർത്തനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതിനാൽ പലരും തട്ടിപ്പുകളിലും വഞ്ചനകളിലും വീഴുന്നു എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ദോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് AI ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.